സംഘികളെ ക്ഷേത്രങ്ങളുടെ പടി കയറ്റാൻ പാടില്ല. എന്തുകൊണ്ടെന്നല്ലേ? ശബരിമല എന്നിപ്പോൾ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സംഘികൾ എന്തിനാണ് ഒരു ആരാധനാലയത്തിൽ പോകുന്നു എന്നതിന്റെ തെളിവാണ് ആ ദൃശ്യം. ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോഴാണ് അതിനെ സംബന്ധിച്ചൊരു വാർത്ത ചെയ്യണമെന്ന് തോന്നി. കണ്ടല്ലോ, സാധാരണഗതിയിൽ നമ്മൾ വ്രതശുദ്ധി എടുത്ത് മല കയറി അയ്യപ്പനെ വിളിച്ചുകൊണ്ട് എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്നത്? അയ്യപ്പനെ കാണുക, ആ ദർശനത്തിലൂടെ സായുജ്യമടയുക, എന്റെ പ്രതിസന്ധികളെ കുറിച്ച് പറയുക എന്ന ഉദ്ദേശത്തിലായിരിക്കും ഏതൊരു വ്യക്തിയും ശബരിമലയിലേക്ക് പോകുന്നത്, ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തി. പക്ഷെ ഒരു സംഖ്യയായിട്ടുള്ള വ്യക്തി പോയി ചെയ്തിരിക്കുന്ന പ്രവർത്തനം നോക്കും. അതായത് 18-ാം പടിയിൽ തിരക്കില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. സാധാരണഗതിയിൽ മനുഷ്യൻ ഒരിടത്ത് കുറെ സമയം വെറുതെ നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആചാര ലംഘനം നടത്തിയത്രേ. എന്ത് ആചാര ലംഘനം? മനുഷ്യൻ സ്വാഭാവികമായിട്ട് നിൽക്കുമ്പോൾ ആ പടിയിൽ അദ്ദേഹം കാലിട്ടൊന്ന് ഉരച്ചു. അതിലെന്താണ് ഇത്ര തെറ്റ്? അതിൽ ചവിട്ടി നിൽക്കുന്ന വ്യക്തിക്ക് കാലിട്ട് ഉരച്ചു കഴിഞ്ഞാൽ ആചാര ലംഘനമാകും. അതെങ്ങനെയാണ്? കാര്യം സ്വാഭാവികമായിട്ട് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, 18-ാം പടി ചവിട്ടുന്നത് ബെയർ ഫുട്ട് അഥവാ ചെരുപ്പിടാതെ നടന്നു വരുന്നവരായിരിക്കാം. നടന്നു വരുന്നവരുടെ കാലിന്ന് പറ്റിയ അഴുക്ക് അതിലുണ്ടായിരുന്നെങ്കിൽ